ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്ടിവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ സൈഡ് അത്യാവശ്യം ലീക്ക് ഉണ്ടായിരുന്നു. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചതിനാണ്. പക്ഷേ ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് ഓയിൽ സീൽ വരാം. ഇതാണ് ഓയിൽ സീൽ. ഓയിൽ സീൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് അഴിക്കണം. അപ്പോൾ ആ കൂട്ടത്തേക്കൂടെ നമ്മൾ ആ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങും കൂടി നമ്മൾ മാറ്റി വിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് ബെയറിങ്ങിൻ്റെ ഒക്കെ സാധാരണ ബെയറിങ് കുറേ ഓടിക്കഴിഞ്ഞാൽ ചില കേസിൽ കംപ്ലയിൻറ്റ് വരാറുള്ളതാണ്. അപ്പോൾ പിന്നീട് ഒരു ചിലവില്ലാതിരിക്കാനായിട്ട് ആ ബെയറിങ് കൂടി കൂട്ടത്തിക്കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ബാക്കിയത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അതൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ സീൽ ബെയറിങ് അടിച്ച് ഓയിൽ സീൽ അടിച്ച് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ക്ലച്ചിൻ്റെ ഭാഗം അതേപോലെ തന്നെ ക്ലീനാക്കി നമുക്ക് അതിൻ്റെ ഓയിൽ സീലുകളും മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഗിയർ ബോക്സിൻ്റെ ഭാഗം അയച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ.